ഇടത് വനിതാ എം.എൽ.എമാരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ കോൺഗ്രസ് മുൻ എം.എൽ.എമാർക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ഇടത് എം.എൽ.എമാർ കേസിൽ പ്രതിയായതോടെയാണ് കോൺഗ്രസ് മുൻ എം.എൽ.എമാർക്കെതിരെയും എൽ.ഡി.എഫ് സർക്കാർ കേസെടുത്തിരുന്നത്. മുൻ എം.എൽ.എമാരായ എം.എ. വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ, കെ. ശിവദാസൻ നായർ എന്നിവരാണ് സർക്കാർ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. വനിതാ എം.എൽ.എമാരെ കയ്യേറ്റം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ചുമത്തിയ ഒരു വകുപ്പും ഈ കേസിൽ നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് പി. വി. കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവിൽ പറയുന്നു. ബജറ്റ് അവതരിപ്പിക്കുക എന്നത് ധനമന്ത്രിയുടെ ഭരണഘടനാപരമായ ചുമതലയാണെന്നും അത് തടസ്സപ്പെടുത്തുവാൻ ആർക്കും അധികാരമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബജറ്റ് അവതരിപ്പിക്കുന്നത് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭരണപക്ഷത്തുള്ള UDF എം.എൽ.എമാർ മുൻ ഇടത് വനിതാ എം.എൽ.എമാരെ തടഞ്ഞത് കുറ്റകരമായി കാണാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി കേസ് തള്ളിയത്. 2015 മാർച്ച് 13-ന് ധനമന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ നിയമസഭയിലുണ്ടായ ബഹളത്തിനിടെ എം.എ. വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ, കെ. ശിവദാസൻ നായർ എന്നിവർ തടഞ്ഞുവെന്ന ഇടത് മുൻ എം.എൽ.എമാരായ കെ. ലതിക, ജമീല പ്രകാശം എന്നിവരുടെ പരാതിയാണ് കേസിന് അടിസ്ഥാനം. എന്നാൽ ധനമന്ത്രിയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ എം.എൽ.എമാർക്ക് അധികാരമുണ്ടോ എന്ന കാര്യം കോടതി പരിഗണിച്ചു. ധനമന്ത്രിക്കെതിരെ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിലും ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ എം.എൽ.എമാർക്ക് അധികാരമില്ല. ബജറ്റ് അവതരിപ്പിക്കുക എന്നത് ധനമന്ത്രിയുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുത്ത ആൾക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് ഒരു നിയമവും പറയുന്നില്ല. ഇവിടെ ധനമന്ത്രിയെ തടയാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് വ്യക്തമാണ്. അത്തരത്തിൽ നീങ്ങാൻ എം.എൽ.എമാർക്ക് അധികാരമില്ല. ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ഉറപ്പാക്കാനാണ് പരാതിക്കാരിയായ UDF എം.എൽ.എമാർ ശ്രമിച്ചത്. അതുകൊണ്ട് ബലപ്രയോഗമുണ്ടായെങ്കിലും IPC 354 ബാധകമാകില്ലെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭയിൽ മന്ത്രിയെ തടയാൻ ശ്രമിച്ചവരെയാണ് ചെറുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കുകയായിരുന്നു പരാതിക്കാരായ LDF എം.എൽ.എമാരുടെ ഉദ്ദേശമെന്ന് കരുതാനാകില്ലെന്നും കോടതി പറഞ്ഞു. KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ നിയമസഭയിൽ ഉണ്ടായ കയ്യാങ്കളിയെ തുടർന്ന് നിയമസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ LDF നേതാക്കളെ പ്രതി ചേർത്തിരുന്നു. 2,20,093 രൂപയുടെ നാശനഷ്ടം സഭയിൽ ഉണ്ടാക്കിയതായാണ് പോലീസ് കേസ്. മന്ത്രി V. ശിവൻകുട്ടി, ഇടത് നേതാക്കളായ EP ജയരാജൻ, KT ജലീൽ, K. അജിത്, K. കുഞ്ഞഹമ്മദ്, CK സദാശിവൻ എന്നിവരാണ് പ്രതികൾ. നിയമപോരാട്ടവുമായി സുപ്രീം കോടതിയിൽ വരെ പ്രതികൾ എത്തിയെങ്കിലും വിചാരണ നേരിടാനായിരുന്നു കോടതി നിർദ്ദേശം. തുടർന്നാണ് UDFനെ കൂടി സമ്മർദ്ദത്തിലാക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞത്.